എടാ, ഈ കൊച്ചിനെയും കൂടി അവിടെ ഇട്ടേം വെച്ച് പോരാൻ മേലായിരുന്നോ? കയ്യിലൊരു പൊതി കണ്ടപ്പോ ഞാൻ കരുതി ഏതോ നിധിയും കൊണ്ടാ വരവെന്ന്. വല്ലവന്റെയും കൊച്ചിനെ ചുമന്ന് ശീലമായി പോയി അല്ലൂടാ. നിങ്ങൾ ഇത് എന്നാ ഭാവിച്ച? സെലീന മനസമാധാനം കൊടുക്കാത്തോണ്ട് അവൻ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നപ്പോ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് ഇച്ചായനും തുടങ്ങിയേക്ക് വന്നോ? അതേടി, എനിക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാ തുറന്നു തന്നെ പറയും. അത് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ മതി. ഈ പിഴച്ച സന്തതി ഇവന്റേതല്ലെന്ന് ഞാൻ 100 വട്ടം പറയും. ആരോട് വേണമെങ്കിലും പറയും. നിന്റെ അപ്പച്ചൻ പറഞ്ഞ കേട്ടല്ലോ, നേരല്ലയോ ഇതൊക്കെ? വായി വരുന്നത് വിളിച്ചു പറഞ്ഞ് അപ്പച്ചനങ്ങ് ശീലമായി പോയി. ആ താളത്തിന് അമ്മച്ചിയും തുള്ളിയാലുണ്ടല്ലോ. എന്നാ ചെയ്യൂടാ നീ? ഞാൻ പറഞ്ഞത് നേര് തന്നെയാ, പകൽ വെട്ടം പോലെ നേര്. ഈ കൊച്ചു നിന്റേതല്ല, നിന്റേതല്ല, നിന്റേതല്ല. ആന്റി അത്യാവശ്യമാണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഓടി വന്നേ. എന്താ ആന്റി, മൃദുലയുടെ പ്രശ്നം തന്നെയാണോ? അതെ. നീ ഇപ്പോ എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ പേരിൽ അച്ഛൻ എഴുതി വെച്ച റബ്ബർ എസ്റ്റേറ്റ് നീ എനിക്ക് തിരിച്ചു തരണം. അതിപ്പോഴും ആന്റിയുടെ തന്നെയല്ലേ? ഞാനൊരു കെയർടേക്കർ മാത്രം. ആട്ടെ, അത് സെപ്പറേറ്റ് ആക്കിയിട്ട് എന്താ ഉദ്ദേശം? ആന്റി തന്നെ നോക്കി നടത്തുമോ എസ്റ്റേറ്റ്? അതിപ്പോ എങ്ങനെ നിന്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മീതുവിൻ്റെയും നിതിൻ്റെയും കാര്യത്തിൽ ഒരു ചെറിയ ടേണിംഗ് പോയിന്റ് ഉണ്ടായി. ഇന്നലെ ഞാൻ നിതിനോട് സംസാരിച്ചു വന്നപ്പോൾ അവൻ വല്ലാതെ സെന്റിമെന്റിലായി. അർജുനേട്ടന്റെ സാമ്പത്തിക തകർച്ചയായിരുന്നു അവന്റെ പ്രശ്നം. 10 പൈസ പോലും സ്ത്രീധനം വാങ്ങരുതെന്ന് ഏട്ടൻ പറഞ്ഞു അത്രേ. പക്ഷേ കടം കയറി താഴ്ന്ന ശിരസുമായി അവന്റെ അച്ഛൻ കല്യാണ പന്തലിൽ വന്ന് നിൽക്കുന്നത് കാണാൻ അവന് കഴിയില്ലാന്ന് സങ്കടത്തോടെ പറഞ്ഞു. ബാക്കി ഞാൻ പറയാം. കല്യാണത്തിന് മുമ്പ് എസ്റ്റേറ്റ് അവന്റെ പേരിൽ എഴുതി കൊടുക്കണം. സോ യു നീഡ് ദ ഡോക്യുമെന്റ് അല്ലേ? അതെ. അപ്പോ മൃദുല പറഞ്ഞതിൽ സത്യമുണ്ട്. അവളെന്തു പറഞ്ഞു? നിതിൻ അവളോടല്ല, അവളുടെ സ്വത്തിനോട് മാത്രം സ്നേഹമൊന്നും. അതൊക്കെ കല്യാണത്തിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവള് പറയുന്ന സൂത്രങ്ങളാ. എന്തോ എനിക്ക് തീർച്ച പോരാ. എന്തായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആന്റി 4 വട്ടം ആലോചിക്കുന്നത് നല്ലതാ. ചാടിക്കേറി ഒന്നും ചെയ്യരുത്. പ്രമാണം ലോക്കറിലാ ഉള്ളത്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എത്തിക്കാം, അല്ലെങ്കിൽ നാളെ. സലീന, എന്നോട് നീരസൊന്നുമില്ലല്ലോ നിനക്ക്? ഏയ്, എന്താ ആന്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ആന്റിക്ക് അപ്പൂപ്പൻ തന്ന എസ്റ്റേറ്റ് അല്ലേ ഇത്? തൽക്കാലം അതിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം. പ്രമാണം മാറ്റി എഴുതാതെ തന്നെ നിതിന്റെ കയ്യിൽ അത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം. തൽക്കാലം അതേ ചെയ്യുന്നുള്ളൂ, അവനൊരു വിശ്വാസത്തിന് വേണ്ടി. ഇപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത്. 4 വട്ടം ആലോചിച്ച് തീരുമാനിക്കുക. എന്താ, നിനക്ക് നിതിന്റെ അവിശ്വാസമാണോ? ഞാനൊരു പോലീസ് ഓഫീസറല്ലേ ആന്റി. എന്ത് കാര്യം കണ്ടാലും അത് മുഖവിലയ്ക്ക് ഞങ്ങൾ എടുക്കാറില്ല. മറുവശം കൂടി ചിന്തിക്കും. ആദ്യം അപ്പൂപ്പന്റെ അടുത്ത് ഹെവി സാലറി വേണമെന്ന് പറഞ്ഞ് ബാർഗൈൻ ചെയ്ത ആളാ നിതിൻ. അതിനെന്താ, നിതിൻ ചാർജ് എടുത്തതിന് ശേഷം കമ്പനി വൻ ലാഭത്തിലായില്ലേ? ആയി. നിതിൻ ഈസ് വെരി സ്മാർട്ട്. പക്ഷേ നമ്മളൊക്കെ കരുതുന്നതിലും കൂടുതൽ സ്മാർട്ടാണോന്നൊരു സംശയം. എനിവേ, ഞാനായിട്ടൊരു തടസ്സവും പറയുന്നില്ല. റബ്ബർ എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ് ഉടനെ എത്തിക്കാം. പക്ഷേ നിതിന്റെ കാര്യത്തിൽ ആന്റിക്കൊരു കണ്ണു വേണം. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ശരി ആന്റി. അവസാനം പങ്കിയും പോയി, ചിന്നു പണ്ടത്തെ കൂട്ട് ഒറ്റയ്ക്കാവുകയും ചെയ്തു അല്ലയോ? ഓ, എന്നാ പറയാൻ എന്റെ മാത്യു സച്ചായ, എല്ലാവരും ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുകയും ചെയ്യുന്നു. അതിപ്പോ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റൂ? എവിടെ? ഓരോരുത്തരുടെ കുശുമ്പും തമ്മിലടിയും മാറ്റണമെന്ന് നമ്മൾ വിചാരിച്ചാലും നടക്കുകയല്ല. കണ്ടോ, ലവന്റെ വീട്ടില് പിന്നെയും തുടങ്ങി അംഗം. ലവനോ? അതാരാ? ശ്രീരാമന്റെ മോനാ? ഞാൻ ജോയിയുടെ കാര്യമാ പറയുന്നേ. പങ്കി അങ്ങോട്ട് പോയില്ലയോ? ഇനിയിപ്പൊ അവിടെ യുദ്ധത്തിന് വേറെ എന്നാ വേണം?
അല്ലെങ്കിൽ പണ്ടത്തെ പോലെ പങ്കി കെട്ടി തൂങ്ങും. അതുമല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കെട്ടി തൂങ്ങി ചാവും. അത് ഉറപ്പാ. ഓ, ഈ പുഴുത്ത നാക്കിൽ നല്ലതൊന്നും വരത്തില്ലേ? കൊല്ലാനും കൊല്ലിക്കാനും നടന്നിട്ട് ഇതുവരെ പുതുമ മാറിയില്ല അച്ചായന്. തല നരച്ച മനസ്സ് നന്നാവൂന്ന് തെറ്റിദ്ധരിച്ച ഞാനൊരു വിട്ടി. അയ്യയ്യേ, ഞാൻ ഇതൊക്കെ ചിന്നുവിനോട് പറയണത് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനല്ലയോ? ആണോ? അതിപ്പോ അച്ചായൻ പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ചിലപ്പോ അതെ, ഇന്നത്തെ പത്രത്തിൽ ഒരു സംഗതി വന്നിട്ടുണ്ട്. വ്യാഴം മാറാൻ പോവുകയാണ് പോലും. അയ്യോ, വ്യാഴം മാറിയിട്ട് എങ്ങോട്ട് പോവും? വെള്ളിയാഴ്ചയുടെ അപ്പുറത്തേ നോക്കിയോ? കളിയാക്കല്ലേ കുഞ്ഞെ, ഇത് ജ്യോതിഷം. മൊത്തത്തിൽ എല്ലാവർക്കും ഗ്രഹപ്പിഴ വരാൻ പോണെന്നാ പത്രത്തിൽ കണ്ടേ. ഉം. അത് വായിച്ചു തീർന്നതും വിവരമെത്തി. സെലീനെ ഉപേക്ഷിച്ച് ബോബൻ കൊച്ചിനെയും കൊണ്ട് തെങ്ങുമൂട്ടിലേക്ക് പോയെന്ന്. നിങ്ങളുടെ ഈ ജ്യോതിഷത്തിൽ സത്യമുണ്ടെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ വേറെ ആരെയൊക്കെ വേഴം കയറി പിടിക്കുവോ എന്തോ. സത്യമാണോ അച്ചായ? സെലീന കുഞ്ഞിനോട് പിണങ്ങിട്ടാണോ ബോബ സാർ പോയത്? ഞാൻ എന്നാത്തിനാ കുഞ്ഞെ കള്ളം പറയുന്നേ? തെങ്ങുമൂട്ടിലെ ഉപ്പും ചോറും ഇപ്പോഴും ഈ തടിക്കാത്തില്ലേ? അപ്പൊ പിന്നെ ഞാൻ അവരെ പറ്റി പരദൂഷണം പറയുവോ? രാത്രിയില് രണ്ടാളും തമ്മിൽ മുട്ട വഴക്കായിരുന്നെന്ന ആ ചേരിയിലെ തൊമ്മിക്കുഞ്ഞ് പറഞ്ഞേ. അയ്യോ, എന്താ കാര്യം? അതറിയാൻ മേല. സെലീന കുഞ്ഞിന്റെ വലം കൈയല്ലയോ ചിന്നു? ചെന്ന് ചോദിര്. എന്തിന്? സങ്കടത്തിന്റെ പുറത്ത് എന്റെ ചോദ്യങ്ങൾ കേട്ട് പിന്നെ സങ്കടം കൂട്ടാനോ? വേണ്ട, എല്ലാവരും തമ്മി തല്ലി പിരിയട്ടെ. എനിക്കെന്താ? കാട്ടുപെണ്ണിന് ഇതിലൊക്കെ എന്ത് കാര്യം? എന്നാലും ചിന്നു, നീയും കരിമനും തമ്മിൽ വലിയ സ്നേഹമല്ലയോ? നിങ്ങൾ തമ്മിൽ പിരിയാതിരുന്നാ മതി. എന്താ, ഞങ്ങളെ തമ്മിലടുപ്പിക്കാൻ മാത്യു സച്ചായൻ പുതിയ വല്ല പ്ലാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എന്റെ ചിന്നുമോളെ, ഈ മാത്യു സച്ചായൻ വഴി കിടക്കണ പൊട്ടിയ ചെണ്ടയാ. ആർക്ക് വേണേലും എപ്പോ വേണമെങ്കിലും കൊട്ടാം, ചവിട്ടി അരയ്ക്കാം. പക്ഷെ ഈ നെഞ്ചിലും സ്നേഹം കുതിക്കുന്ന ഒരു മനസ്സുണ്ട് ചിന്നു. അതാരും കാണുന്നില്ല. ചിന്നുമോൾക്കറിയോ, 5-ാമത്തെ വയസ്സിൽ എന്റെ അപ്പന് വിഷം കൊടുത്തു കൊന്നിട്ട് എന്റെ അമ്മച്ചി ഒരുത്തന്റെ കൂടെ പോയി. അവര് ക്യാൻസർ വന്ന് ചത്തു. അത് കർത്താവിന്റെ മഹത്വം. എന്നാലും എന്നെ പെറ്റ വയറല്ലേ. ചത്ത ദിവസം ഇപ്പോഴും പള്ളിപ്പറമ്പിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും, മെഴുകുതിരിയും കത്തിക്കും. ഞാനൊരു തെരുവുതണ്ടിയായി അലഞ്ഞു നടന്നപ്പോ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങളൊക്കെ ദുഷ്ടനെന്ന് പറയുന്ന ആ ഫിലിപ്പോ സച്ചായന. ക്രൂരന, പണക്കുതിയന, കൊലപാതകിയ ഒക്കെ ആയിരിക്കാം. പക്ഷേ പുഴയിൽ ചാടിച്ചാകാതെ എന്നെ രക്ഷപ്പെടുത്തി എനിക്കൊരു ജീവിതം ആ മനുഷ്യൻ തന്നു. പകരം ആ മനുഷ്യന് വേണ്ടി ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. നന്ദി, സ്നേഹം, കടപ്പാട് ഇതൊക്കെ ഈ മാത്യു സച്ചായൻ ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യൂ. ഒടുവിൽ എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു വൃത്തികെട്ടവനായി. ഇപ്പോ എന്റെ ഫിലിപ്പോ സച്ചായൻ ഭ്രാന്ത് പിടിച്ച് നടക്കുക. ചിന്നു, ഈ മനസ്സിൽ ഇപ്പോഴും ഫിലിപ്പോ സച്ചായനോടുള്ള കടപ്പാടുണ്ട്. അങ്ങേരെ തെണ്ടിയാക്കി മാറ്റിയവരോടുള്ള പകയുണ്ട്. വിടത്തില്ല, ചാകും വരെ ഒരെണ്ണത്തിനെയും വിടത്തില്ല. പള്ളിപ്പറമ്പിലേക്ക് പോകും മുമ്പ് ഈ മാത്യൂസ് ആരാണെന്ന് നിങ്ങളൊക്കെ അറിയും. അന്ന് ചിന്നുമോളെ, നീയും എന്നെ ഓർത്ത് കരയും. സോഫി എന്നെ എങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഇന്ന് പുറത്തേക്കെങ്ങും പോകുന്നില്ലയോ?
എന്നാ പറ്റി സോഫി? രാവിലെ തൊട്ടേ ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പാണല്ലോ. എന്നേക്കാളും പഠിപ്പും വിവരമുള്ള ആളല്ലേ, എന്നിട്ടിങ്ങനെ വിഷമിച്ചിരിക്കുകയെന്ന് വെച്ചാ. പഠിപ്പില്ലെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ജോയിച്ചാനും നന്നായിട്ട് അറിയാമല്ലോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ എന്നാ ചെയ്തെന്നാ സോഫി പറഞ്ഞുകൊണ്ട് വരുന്നേ? എല്ലാ കാര്യത്തിലും സോഫി പറയുന്നത് കേട്ടല്ലേ ഇവിടെ എല്ലാവരും ജീവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പങ്കി എങ്ങോട്ട് കൊണ്ടുവന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? തെറ്റും ശരി ഒന്നും എനിക്കറിയണ്ട. ജോയിച്ചാന്റെ മനസാക്ഷി എന്താ പറയുന്നതെന്ന് അറിഞ്ഞാൽ മതി. അതോ ഇനി അങ്ങനെയൊന്നും ഇല്ലേ ജോയിച്ചാന്? ഉണ്ട്. അതുള്ളത് കൊണ്ടാ പാർവതി ഡോക്ടർ പറഞ്ഞപ്പോൾ പങ്കി എങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. ഇനി സോഫി തന്നെത്താൻ ചോദിക്കുക മനസാക്ഷി ഉണ്ടോന്ന്. എനിക്ക് എന്നതായാലും പങ്കിയെ നോക്കണം. അതിപ്പോൾ എൻ്റെ ആവശ്യമാണ്. അതിനിപ്പോൾ ഇനി ആരും സഹായിച്ചില്ലേലും എനിക്ക് ശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ അവളെ നോക്കും. അവളൊരു പാവ. സോഫി ഇനി അവളെ സങ്കടപ്പെടുത്തിയ ദൈവം പൊറുക്കുകയല്ല. ശരിയാ, ദൈവം എന്നോട് പൊറുക്കുകയല്ല. അല്ലെങ്കിലും ഇതുവരെ എപ്പോഴാ ദൈവം എന്നോട് പൊറുത്തിട്ടുള്ളത്? സാരമില്ല, ഇത്തവണത്തെ ദൈവശിക്ഷ ഞാൻ സ്വയം ഏറ്റുവാങ്ങിക്കോളാം. ചില നേരത്ത് സോഫിയുടെ വർത്തമാനം ഒന്നും മനസ്സിലാകത്തില്ല. എന്നാ പറഞ്ഞാലും ശരി, ഇനി പങ്കിയെ കൈവിടാൻ എനിക്ക് പറ്റത്തില്ല. ഡോക്ടറെ കാണാൻ പോണ്ടേ? ആ, ഇറങ്ങാം. ഞങ്ങൾ പാർവതി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ആശുപത്രി കിടത്തേണ്ട ദിവസം ഇന്ന് കുറിച്ച് തരാമെന്നാ പറഞ്ഞ്. ഞങ്ങൾ പോയച്ചും വരാം. നിങ്ങൾ രണ്ടാളും എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങളെ വേർപെടുത്തി ജോയിച്ചാനെ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്ന് പങ്കി ഇപ്പോഴും വിശ്വസിക്കുന്നു. പങ്കിയിൽ നിന്ന് ജോയിച്ചാനെ ഞാൻ മനഃപൂർവ്വം അകറ്റിയതാണെന്ന് ജോയിച്ചാനും വിശ്വസിക്കുന്നു. നിങ്ങളെ രണ്ടാളെയും ഞാൻ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് പലതവണ ഞങ്ങൾ കേട്ടതാ. ഇനി ഞങ്ങളായി, ഞങ്ങളുടെ പാടായി. ഈ കൊല്ലുന്ന സ്നേഹം ഇനി ഞങ്ങൾക്ക് വേണ്ട. ഈ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. വാ ചോദിച്ചേട്ടാ, വരാൻ. അനന്തേട്ടാ, അനന്തേട്ടന് കൂട്ടായിട്ട് ഞാനും വരാ. അനന്തേട്ടൻ പോയത് പിന്നെയാ ഞാൻ ഒറ്റയ്ക്കായത്. ആരും എന്നോട് സ്നേഹം കാണിച്ചിട്ടില്ല. എല്ലാവരും എന്നെ സ്നേഹം നടിച്ച് പറ്റിച്ചിട്ടേ ഉള്ളൂ. അപ്പച്ചനും അമ്മച്ചിയും അനന്തേട്ടന്റെ അടുത്തുണ്ടാവും അല്ലേ? ഞാനും കൂടി വന്നാലല്ലേ ഒരു കുടുംബവും. എന്നെ കാണാൻ അനന്തേട്ടൻ വിഷമിക്കുന്നുണ്ടാവും. കുറച്ചു നേരത്തെ ഞാൻ വരേണ്ടതായിരുന്നു.
എങ്കിൽ ഇത്ര വിഷമിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ അനന്തേട്ട? ഇനി ഞാൻ വൈകിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വരിക. സോഫി, വാതിലും തുറന്നിട്ട് ഇവിടെ പോയി. സോഫി, 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 എന്റെ ഈശ്വരാ, സോഫി.